Hi students, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ ടാൻജൻസ് അഥവാ തൊടുവരകളുടെ 11ാമത്തെ ഭാഗമാണ്. അതായത് പേജ് നമ്പർ 187ലെ 2-3 ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഒന്നാമത്തെ ചോദ്യം ചെയ്തു, അതായത് എങ്ങനെയാണ് ഇൻ സർക്കിൾ അഥവാ അന്തർവൃത്തം വരയ്ക്കുന്നതെന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. അപ്പോൾ അന്തർവൃത്തം വരയ്ക്കണമെങ്കിൽ കോണിന്റെ സമഭാജി അഥവാ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കണം അല്ലേ. എന്നിട്ട് സെന്റർ കിട്ടിക്കഴിഞ്ഞാൽ, കേന്ദ്രം കിട്ടിക്കഴിഞ്ഞാൽ ആരും കൂടെ അടയാളപ്പെടുത്തി അങ്ങ് വരച്ചാൽ മതി. ഇവിടെ നമ്മുടെ ചോദ്യം ഇതാണ്: ഡ്രോ എ റോംബസ് വിത്ത് ലെങ്ത്സ് ഓഫ് സൈഡ്സ് 5 cm ആൻഡ് 1 ആംഗിൾ 50 degree ആൻഡ് ഡ്രോ ഇറ്റ്സ് ഇൻ സർക്കിൾ. അതായത് ഒരു സമഭുജ സാമാന്തരികത്തിന്റെ ഒരു വശം 5 സെന്റിമീറ്ററും ഒരു കോണിന്റെ അളവ് 50 ഡിഗ്രിയും ആണെങ്കിൽ അതിന് ഒരു അന്തർവൃത്തം വരയ്ക്കണം. അപ്പം നമുക്ക് ആദ്യം സമഭുജ സാമാന്തരിക അഥവാ റോംബസ് വരയ്ക്കാം. റോംബസിന്റെ ഒരു വശത്തിന്റെ നീളം തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ. ഇനി ഏതെങ്കിലും ഒരു സൈഡിൽ 50 ഡിഗ്രി പ്രൊട്രാക്ടറിൽ എടുത്ത് വരയ്ക്കാം. ഈ 0 ആണ് ടച്ച് ചെയ്തിരിക്കുന്നത്. 0, 10, 20, 30, 40, 50. ഇപ്പൊ 50ക്ക് നേരെ ഡോട്ട് ഇട്ടിട്ട് ജോയിൻ ചെയ്യാം. റോംബസിന്റെ എല്ലാ സൈഡും 5 സെന്റിമീറ്റർ ആണ് നമുക്കറിയാം. സമഭുജ സാമാന്തരികത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമാണ്. അപ്പോൾ അവിടെ 5 സെന്റിമീറ്റർ നമുക്ക് കോമ്പസിലെടുത്ത് മാർക്ക് ചെയ്യണം. പിന്നെ ആ 5 സെന്റിമീറ്റർ തന്നെയാണല്ലോ മറ്റു രണ്ട് വശങ്ങളും. അപ്പോൾ ഇവിടെ നിന്ന് 5 സെന്റിമീറ്റർ എടുക്കുക. ഇവിടെ നിന്നും 5 സെന്റിമീറ്റർ എടുക്കുക. അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റോംബസ് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും. റോംബസ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിവിടെ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതായത് കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കണോ വേണ്ടയോ. നമുക്ക് ഈ നമ്മൾ പഠിച്ച എന്താണ്, ഒരു റോംബസ് അഥവാ സമഭുജ സാമാന്തരികത്തിന്റെ എതിർ കോണുകൾ കൂട്ടി വരയ്ക്കുക. കൂട്ടി വരയ്ക്കുമ്പോൾ എന്ത് കിട്ടും? വികർണം അഥവാ ഡയഗണൽ കിട്ടും. ആ ഡയഗണല് ആംഗിളിനെ കറക്റ്റ് ബൈസെക്ട് ചെയ്യുന്നു, ഈ കോണിനെ സമഭാഗം ചെയ്യുന്നു നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അത് വരച്ചു കഴിഞ്ഞാൽ രണ്ട് ഡയഗണൽസ്, രണ്ട് വികരണങ്ങൾ വരയ്ക്കാം. ആ രണ്ട് വികരണങ്ങളും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് സെന്റർ ആയിട്ട് വരുന്നത്. അപ്പൊ ആദ്യത്തെ വികരണം വരച്ചു. ഇപ്പൊ നമുക്ക് സെന്റർ കിട്ടിയല്ലോ. ഈ മീറ്റിംഗ് പോയിന്റ് ആണ് സെന്റർ. ഇനി ഈ സെന്ററിൽ നിന്ന് നമുക്ക് റേഡിയസ് വേണമല്ലോ, ആരം വേണം. അത് കിട്ടാൻ വേണ്ടി നമുക്ക് ലംബം വരയ്ക്കണം. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നമുക്ക് ലംബം വരയ്ക്കാം. അത് കറക്റ്റ് കോമ്പസിൽ അളന്നെടുത്ത് സർക്കിള് വരയ്ക്കുക. ആ സർക്കിള് ഈ റോംബസിന്റെ അല്ലെങ്കിൽ സമഭുജ സാമാന്തരികത്തിന്റെ എല്ലാ വശങ്ങളിലും ടച്ച് ചെയ്യണം. ഇങ്ങോട്ട് ടച്ച് ചെയ്യണം, അതുപോലെ ഇവിടെ ടച്ച് ചെയ്യണം, ഇവിടെയും ടച്ച് ചെയ്യണം. 4ഇടത്തും ടച്ച് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളത്. ഇനി നമുക്ക് പേജ് നമ്പർ 187ലെ 3ാമത്തെ ചോദ്യം ചെയ്യാം. ചോദ്യം ഇതാണ്: ഡ്രോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആൻഡ് ഡ്രോ എ സെമി സർക്കിൾ ടച്ചിങ് 2 ഓഫ് ഇറ്റ് സൈഡ്സ് ആസ് ഷോൺ ഇൻ ഫിഗർ. അതായത് ഒരു സമഭുജ ത്രികോണം വരച്ച് അതിനകത്ത് ഒരു സെമി സർക്കിൾ വരയ്ക്കണം. അതിൻ്റെ സൈഡ്സ് ഈ ത്രികോണത്തിൽ പടത്തിൽ കാണുന്ന പോലെ വരച്ചെടുക്കണം. അപ്പൊ ഇവിടെ സമഭുജ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം ഒന്നും തന്നിട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ള വശം എടുക്കാം. ഞാൻ ഇവിടെ 5 സെന്റിമീറ്റർ ആണ് എടുക്കുന്നത്. സമഭുജ ത്രികോണം വരയ്ക്കാൻ എല്ലാവർക്കും അറിയാം. ആ അളവ് എടുത്ത് കോമ്പസിലെടുത്ത് ആർക്ക് വരച്ച് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചു. ഇനി നമുക്ക്
ആംഗിൾ ബൈസെക്ടർ വരച്ചാലേ സെന്റർ കിട്ടത്തുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ നിന്ന് ആംഗിൾ ബൈസെക്ടർ വരച്ചു, ഇവിടെ നിന്നും ആംഗിൾ ബൈസെക്ടർ വരച്ചു. അപ്പൊ ഇവിടെ സെന്റർ കിട്ടിയിട്ട് കാര്യമില്ല. നമുക്കൊരു സർക്കിൾ മുഴുവനായിട്ടല്ല വരയ്ക്കേണ്ടത്, സെമി സർക്കിളാണ് വരയ്ക്കേണ്ടത്. അതിന്റെ സെന്റർ എവിടെയാണ് കിടക്കുന്നത്? ഈ ഒരു ബേസിലാണ് കിടക്കുന്നത്. അപ്പൊ ആ ബേസിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഈ മുകളിലത്തെ ആംഗിളിനെ ബൈസെക്ടർ വരച്ച് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എടുത്താൽ മതി. അപ്പം മുകളിലത്തെ ആംഗിളിനെ ബൈസെക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ഒരു ആംഗിൾ വരയ്ക്കുക, ഒരു ആർക്ക് വരയ്ക്കുക. ആർക്കിന്റെ മീറ്റിംഗ് പോയിന്റിൽ നിന്ന് താഴേക്ക് രണ്ടിടത്തുനിന്ന് ആർക്ക് വരയ്ക്കുക. ഇനി നമുക്ക് റേഡിയസ് വേണം. ഇപ്പൊ സെന്റർ കിട്ടി, ഇതാണ് സെന്റർ. ഇനി റേഡിയസ് വേണമെങ്കിൽ ഇവിടെ ടച്ച് ചെയ്യുകയും വേണം അല്ലെ. അപ്പൊ ഇതിന് പെർപെൻഡിക്കുലർ അല്ല, ഇത് ടാൻജന്റ് ആയിട്ട് വരണം. ഈ വലതുവശവും ഇടതുവശവും ടാൻജന്റ് ആയിട്ട് വരണമെങ്കിൽ അവിടെ സെന്ററിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കണം. സെറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് നമുക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഇപ്പൊ റേഡിയസും കിട്ടി, സെന്ററും കിട്ടി. ആ അളവെടുത്തിട്ട് സർക്കിള്, സെമി സർക്കിള് വരയ്ക്കാം. സെമി സർക്കിള് കംപ്ലീറ്റ് ആക്കി.